two coupled pendulum. Two coupled pendulum is a system consisting of two similar simple pendulum which are connected by a massless spring of spring constant K. Here the two similar pendulums have length L and mass of the bob are also equal there M, and they are connected by a spring of force constant K. When this is displaced from its equilibrium condition, they start oscillating frequencies which are the normal frequencies of the system, and we can use small oscillation theory for finding the coordinates and frequencies of oscillation of this system. Let the displacement of two bobs be x1 and x2 and corresponding angular displacement be theta 1 and theta 2. ഇപ്പോൾ ഈക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ബോബ്സ് ഡിസ്പ്ലേസ്ഡ് ആയിരിക്കുന്നത് x1 ആൻഡ് x2 ക്വാണ്ടിറ്റീസ് ആണ്, കോർഡിനേറ്റ്സ്. x1 ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇക്വിലിബ്രിയം, x2 എന്ന് പറയുന്നത് ബോബ് 2ൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷനാണ്. ഇത്രയും ഭാഗം x1 ഇത് x2 ഇത് x1. നൗ തീറ്റ 1 തീറ്റ 2 എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആർ തീറ്റ സിസ്റ്റം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദിസ് പെൻഡുലം ഇസ് തീറ്റ 1 ആൻഡ് തീറ്റ 2. അപ്പോൾ തീറ്റ 1 തീറ്റ 2 ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഇനി നമുക്ക് സ്മോൾ ഓസിലേഷൻ തിയറി ഉപയോഗിച്ച് ഈ ഒരു സിസ്റ്റത്തിന്റെ frequencies, normal modes and normal coordinates കണ്ടുപിടിക്കണം. For this, we have to find kinetic energy and potential energy of the system in matrix form. That is the technique we use in small oscillation. Here is the kinetic energy of the system. Kinetic energy എന്ന് പറയുമ്പോൾ ഹാഫ് mv² ആണ് ഫോർമുല. അപ്പോൾ രണ്ട് മാസസ് ഉണ്ട്, രണ്ടും ഈക്വൽ ആണ്. ഫസ്റ്റ് മാസിൻ്റെ കോർഡിനേറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് x1 ആണ്. നമ്മളിവിടെ q1 q2 എന്ന് എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ഇറ്റ് ഈസ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആർ ഇറ്റ്സെൽഫ് x1 ആൻഡ് x2. എന്നിട്ട് ഈ x1 x2നെ തീറ്റയുടെ ടേംസിൽ എഴുതിയിരിക്കുകയാണ്, ആംഗുലർ കോർഡിനേറ്റ്സിൻ്റെ ടേംസിൽ എഴുതിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. x1 എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലേ. x1 എന്ന് പറയുന്നത് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് തീറ്റ 1 ആണ്. ആംഗിൾ തീറ്റ 1ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് എക്സ്. അപ്പോൾ സൈൻ തീറ്റ 1 എന്ന് പറയുന്നത് x1/L എന്ന് എഴുതാം. When this theta 1 is very small, ഈ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് സ്മോൾ ഓസിലേഷൻ ആണ്. അപ്പോൾ തീറ്റ 1 സ്മോൾ ആണ്. തീറ്റ 1 സ്മോൾ ആവുമ്പോൾ വി ക്യാൻ റൈറ്റ് സൈൻ തീറ്റ 1 ആസ് തീറ്റ 1 അപ്രോക്സിമേറ്റ്ലി. ദെൻ വി ക്യാൻ റൈറ്റ് തീറ്റ 1 ഇസ് x1/L. അതുകൊണ്ട് നമുക്ക് x1 ആണ് ആവശ്യം. x1നെ L തീറ്റ 1 എന്ന് എഴുതാം. അതേപോലെ സെക്കൻഡ് ബോബിൻ്റെ കേസിൽ x2നെ നമുക്ക് L തീറ്റ 2 എന്നും എഴുതാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് അങ്ങനെ നമുക്ക് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് എം x2 ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് എം x1 ഡോട്ട് സ്ക്വയർ ആണ്. ഇതിൽ നമ്മൾ x2 x1ന് പകരം L തീറ്റ 1 L തീറ്റ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. L കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഹാഫ് എം L സ്ക്വയർ തീറ്റ 1 ഡോട്ട് സ്ക്വയർ എന്ന് എഴുതാം. അതേപോലെ അടുത്ത മാസിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് എം L സ്ക്വയർ തീറ്റ 2 ഡോട്ട് സ്ക്വയർ ബിക്കോസ് x ഈക്വൽ ടു L തീറ്റ 1. എക്സ് ഡോട്ട് എന്ന് പറയുമ്പോൾ L കോൺസ്റ്റൻ്റ് ആണ്, തീറ്റ ഡോട്ട്. അങ്ങനെ നമുക്ക് കൈനറ്റിക് എനർജിയുടെ മെട്രിക്സ് എഴുതാം. നമുക്ക് കൈനറ്റിക് എനർജിയുടെ മെട്രിക്സ് അറിയായിരുന്നു. കൈനറ്റിക് എനർജി ഹാഫ് ടി ഐ ജെ
half Tij eta 1 dot eta 1 eta 2 അല്ലേ eta 1 dot square ആണ് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ. അല്ലെങ്കിൽ Tij eta 1 ഡോട്ട് eta 2 ഡോട്ട് എന്നാണ്. eta 2 ഡോട്ട്. ഇതിൽ നിന്ന് നമ്മൾ മെട്രിക്സ് എലിമെന്റ്സ് എഴുതുകയാണ്. ഇവിടെ 2 എലിമെന്റ്സേ ഉള്ളൂ എന്ന് കണ്ടു. ഒരു എലിമെന്റ് θ1 ഡോട്ട് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് T11 ആണ്. T11 എടുത്തെഴുതി, അതായത് ഹാഫ് θ1 ഡോട്ട് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ml സ്ക്വയർ ഇത് എടുത്തെഴുതി. ഇനി θ2 ഡോട്ട് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് നോക്കാം. ദാറ്റ് ഈസ് T22 ആണ്. T22 ഈ മെട്രിക്സിൽ എഴുതി. T is a 2 by 2 matrix. Other elements are 0. നെക്സ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഫസ്റ്റ് മാസ്. അത് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പം അതിനൊരു ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. നെക്സ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സെക്കൻഡ് മാസ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സ്പ്രിംഗ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ് ഇസ് ഹാഫ് kx സ്ക്വയർ. ആ എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സ്പ്രിംഗ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സ്പ്രിംഗ് ഇവിടെ x2 മൈനസ് x1, കാരണം x2 is the displacement of second mass and x1 is the displacement of first mass. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്, നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചാൽ സ്പ്രിങ്ങിന്റെ x2 മൈനസ് x1 ആണ്. അതാണ് കൈനറ്റിക് എനർജി ഓഫ് സ്പ്രിംഗ് ഇസ് x2 മൈനസ് x1 സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത്. ഹാഫ് k x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ ഇസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ്. ഇനി നമുക്കറിയേണ്ടത് ബോബ്സ്, 2 ബോബ്സ് ഉണ്ട്, ആ മാസസിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. നമ്മളിവിടെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ അത് 0 ആയിട്ട് എടുക്കുകയാണ്. അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ പൊട്ടൻഷ്യൽ എനർജി 0. ഈ സ്റ്റേറ്റിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഈ മാസ് ഇവിടം വരെ ഡിസ്പ്ലേസ്ഡ് ആയി കഴിഞ്ഞപ്പോൾ അതിനൊരു ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് ആണ് ഇവിടെ ഇങ്ങനെ ബ്ലാക്കിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഹൈറ്റ് ആണ് mgh-ലെ h. അപ്പം h കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം അറിയാം. ഫിക്സ്ഡ് പൊസിഷനിൽ നിന്നും ബോബിൻ്റെ സെൻറ്ററിലേക്ക്, അതാണ് ഈ ഇക്വിലിബ്രിയം പോയിന്റ് വരച്ചിരിക്കുന്നത്, ആ ഡിസ്റ്റൻസ് L ആണ്. ഇത് ഡിസ്പ്ലേസ്ഡ് ആയി, ഇവിടെ നിന്ന് ഒരു പോയിന്റിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആയി കഴിഞ്ഞപ്പോൾ അപ്പോഴും ലെങ്ത് ഓഫ് ദി പെൻഡുലം ഇസ് L. അവിടെ ഈ ഒരു ഡിസ്റ്റൻസ് L ആണ്. നൗ നമുക്ക് θ1 അറിയാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അഡ്ജസൻറ്റ് സൈഡ്, അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് കോസ് തീറ്റ കാണുമ്പോൾ, കോസ് തീറ്റ ഇസ് adjacent by hypotenuse, here is L. അപ്പോൾ L ഇട്ടു. ദെൻ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് L cos തീറ്റയാണ്. അപ്പം ഇത്രയും ഭാഗം L cos തീറ്റ. നമുക്കറിയാം ഈ ടോട്ടൽ ഡിസ്റ്റൻസ് L ആണ്, ഇത്രയും ഭാഗം L cos തീറ്റയുമാണ്. എങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് L മൈനസ് L cos തീറ്റ 1 എന്ന് എഴുതാം. അതേപോലെ തന്നെ സെക്കൻഡ് മാസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് L മൈനസ് L cos തീറ്റ 2 എന്നും എഴുതാം. അതാണ് അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ. ഫസ്റ്റ് മാസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി mgl 1 മൈനസ് cos തീറ്റ 1 പ്ലസ് സെക്കൻഡ് മാസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി mgl ഇൻറ്റു 1 മൈനസ് cos തീറ്റ 2 പ്ലസ് തേർഡ് ആയിട്ട് സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഹാഫ് k q1 or q2 minus q1 the whole square അല്ലെങ്കിൽ x2 minus x1 the whole square. അതിനെ നമ്മൾ പിന്നീട് L തീറ്റ 2 മൈനസ് L തീറ്റ 1 the whole square, അതിൽ L നമുക്ക് പുറത്തോട്ട് എഴുതാം കോമൺ ആയതുകൊണ്ട്. therefore inside we get തീറ്റ 2 minus തീറ്റ 1 the whole square. now ഈ ഭാഗം mgl into 1 minus cos തീറ്റ 1, we know that theta is very small. തീറ്റ 1 എന്ന് പറയുന്നത് സ്മോൾ ആണ്. നമുക്ക് കോസ് തീറ്റയെ
അതിൻ്റെ സീരീസ് എക്സ്പാൻഷനിൽ എഴുതാം. സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ 1 മൈനസ് തീറ്റ സ്ക്വയർ ബൈ 2 പ്ലസ് തീറ്റ റേസ് ടു 4/4. അപ്പം തീറ്റ വളരെ സ്മോൾ ആണ് സ്മോൾ ഓസിലേഷൻ്റെ കേസിൽ. അപ്പോൾ നമുക്ക് ഹയർ ടേംസിനെ നെഗ്ലക്റ്റ് ചെയ്യാം. ആദ്യത്തെ രണ്ട് ടേംസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് തീറ്റ സ്ക്വയർ എന്ന് കിട്ടും. അതിൽ 1 ക്യാൻസലായി ബാക്കിയുള്ളതാണ് mgl തീറ്റ 1 സ്ക്വയർ ബൈ 2. നെക്സ്റ്റ് മാസിൻ്റെ കേസിലും ഇതേ സീരീസ് എക്സ്പാൻഷൻ വഴി mgl തീറ്റ 2 സ്ക്വയർ ബൈ 2 എന്നെഴുതാം കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അതേപോലെ mgl അതെഴുതി. ഇനി ബാക്കിയുള്ള ഭാഗം x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ തീറ്റയുടെ ടേംസിലും എഴുതി. Now in next step we will expand this a minus b the whole square. Theta 2 minus theta 1 the whole square is theta 1 square plus theta 2 square minus 2 theta 1 theta 2. അതും എടുത്തെഴുതി. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി മെട്രിക്സ് ഫോമിൽ ഹാഫ് വി ഐ ജെ തീറ്റ ഐ തീറ്റ ജെ അല്ലെങ്കിൽ ഈറ്റ ഐ ഈറ്റ ജെ എന്നായിരുന്നു എക്സ്പ്രഷൻ. സ്മോൾ ഓസിലേഷൻ്റെ തിയറി പഠിച്ചപ്പോൾ ഈറ്റ ഐ ഈറ്റ ജെ വേർ ഈറ്റ ഐ ആൻഡ് ഈറ്റ ജെ ആർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ കോർഡിനേറ്റ്സിൻ്റെയും കോഎഫിഷ്യൻ്റ് ആയിട്ട് എഴുതാം. തീറ്റ 1 സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുമ്പോൾ ഇവിടെ ഒരു mgl ഉണ്ട്, ഇവിടെ ഒരു kl സ്ക്വയർ ഹാഫ് kl സ്ക്വയർ ഉണ്ട്, അത് എഴുതി. അതേപോലെ തീറ്റ 2 സ്ക്വയറിൻ്റെ ടേംസ് എടുത്തെഴുതി. ദെൻ തീറ്റ 1 തീറ്റ 2യുടെ കോഎഫിഷ്യൻ്റ് എടുക്കുമ്പോൾ ഹാഫ് kl സ്ക്വയർ ഇൻറ്റു -2 എന്നുണ്ട് അല്ലേ. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഒരു 2/2 മെട്രിക്സിൻ്റെ എലിമെൻറ്റ്സ് ആയിട്ട് ഇനി നെക്സ്റ്റ് പേജിൽ കാണുന്നതാണ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഈസ് ഹാഫ് വി ഐ ജെ ഈറ്റ ഐ ഈറ്റ ജെ. എന്നിട്ട് കമ്പയർ ചെയ്യാം. ഈറ്റ ഐ ഈറ്റ ജെ എന്നുള്ളത് തീറ്റ 1 തീറ്റ 2 എന്നതിൽ കമ്പയർ ചെയ്യുക. തീറ്റ 1 സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് v11 ആയിരിക്കും. ഹാഫ് v11 തീറ്റ 1 സ്ക്വയർ പ്ലസ് ഹാഫ് v12 തീറ്റ 2 സ്ക്വയർ പ്ലസ് ഹാഫ് v12 തീറ്റ 2 സ്ക്വയർ അല്ല തീറ്റ 1 തീറ്റ 2 then half v21 തീറ്റ 2 തീറ്റ 1 പ്ലസ് ഹാഫ് v22 തീറ്റ 2 സ്ക്വയർ. അങ്ങനെ 4 കോഎഫിഷ്യൻസും ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് എടുത്തെഴുതിയിരിക്കുകയാണ്. v11ൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് mgl പ്ലസ് kl സ്ക്വയർ. v12 എന്ന് പറയുന്നത് കമ്പയർ ചെയ്ത് നോക്കിയാൽ -kl സ്ക്വയർ ആണെന്ന് കാണാം. അതേപോലെ വേണമെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തും കണ്ടുപിടിക്കാം. v11 എന്ന് പറയുന്നത് ഡോ സ്ക്വയർ v ബൈ ഡോ തീറ്റ 1 സ്ക്വയർ ആണ്. അപ്പോഴും ഇതേ ടേംസ് തന്നെ കിട്ടും. അങ്ങനെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ മെട്രിക്സ് കിട്ടി. നെക്സ്റ്റ് അവർ സെക്കുലർ ഇക്വേഷൻ. സെക്കുലർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് v മൈനസ് ഒമേഗ സ്ക്വയർ t ഈക്വൽ ടു 0. ഈ ഡിറ്റർമിനന്റ് 0 ആകണം. ഡിറ്റർമിനന്റ് 0 ആകണം എന്നുള്ള കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് ഒമേഗയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഡിറ്റർമിനന്റ് v and t are substituted in this determinant to get this equal to 0. ഇനി ഇതിലെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ 2/2 മെട്രിക്സ് ആണ്. ഓപ്പോസിറ്റ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് അത് നെക്സ്റ്റ് ഓപ്പോസിറ്റ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അങ്ങനെ നമുക്കിത് കിട്ടി. നൗ ദിസ് ഈസ് എ സ്ക്വയർ അല്ലേ. ഈ ഒരു ടേമിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ കിടക്കുന്നത്. ഇതും ഒരു ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ ഫോമാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. നെക്സ്റ്റ് അതിൽ നമുക്കറിയാം
this is equal to 0. A minus b into a plus b equal to 0 എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ a minus b 0 ആയിരിക്കണം, അല്ലെങ്കിൽ a plus b 0 ആയിരിക്കണം. അപ്പോൾ രണ്ട് കണ്ടീഷനും ഇട്ട് നോക്കാം. ഫസ്റ്റ്ലി വി റൈറ്റ് a minus b equal to 0. ആദ്യത്തെ ടേം 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ സ്ക്വയറിൻ്റെ ടേംസ് ഒരു സൈഡിൽ കൊണ്ടുവന്ന് ബാക്കി കെ എൽ സ്ക്വയർ ക്യാൻസലായി എം ജി എൽ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുവരാം. Then we can find first value of frequency, that is omega 1 equal to root of g by L. Similarly a plus b രണ്ടാമത്തെ ടേം 0 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ 2ൻ്റെ വാല്യൂവും കിട്ടും, രണ്ടാമത്തെ മോഡ് ഫ്രീക്വൻസി കിട്ടും. ഇതിൽ കെ എൽ സ്ക്വയർ 2kl square ആയി. Then we can write omega 2 as root of g by L plus 2k by m. That is the second mode of the oscillation. അങ്ങനെ രണ്ട് മോഡ്സ് നമുക്ക് കണ്ടുപിടിച്ചിരിക്കുന്നു.